ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ CBSE സാൻസ്ക്രിറ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ദ്വിതീയ പാഠഃ സെക്കൻഡ് ചാപ്റ്റർ. ബിലസ്യ വാണി ന കഥാപി മേ ശ്രുത. ബിലസ്യ എന്ന് പറഞ്ഞാൽ കേവ്, വാണി എന്ന് പറഞ്ഞാൽ ശബ്ദം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കഥാപി മേ ശ്രുത, ഞാൻ കേട്ടിട്ടില്ല. അതാണ് ടൈറ്റിൽ. ഈ ചാപ്റ്ററിൽ പഞ്ചതന്ത്ര കഥയാണുള്ളത്. പഞ്ചതന്ത്രം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പഞ്ചതന്ത്ര കഥയാണുള്ളത്. പഞ്ചതന്ത്രം എഴുതിയതാരാ? വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രം എഴുതിയ ആളാണ്. അപ്പോൾ ഈ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനിമൽസ്, ബേർഡ്സ്, അതിനെ പറ്റിയുള്ളതാണ് ഈ പഞ്ചതന്ത്ര കഥകൾ. അതിൽ ഗദ്യ എന്ന് പറഞ്ഞാൽ സ്റ്റോറി, പദ്യം എന്ന് പറഞ്ഞാൽ പോയം, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കസ്മിൻഷിത് വനെ ഗർനകരഃ നാമ സിംഹഃ പ്രതിവസതി സ്മ. കസ്മിൻഷിത് വനെ, ഒരു വനത്തിൽ, ഒരു ഫോറസ്റ്റിൽ, ഗർനകരഃ നാമ സിംഹ, സിംഹത്തിന്റെ പേരെന്താ? ഗർനകരഃ എന്ന പേരുള്ള ഒരു സിംഹം ഉണ്ടായിരുന്നു. പ്രതിവസതി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. സഹ കഥാചിത് ഇതസ്തതഃ പരിഭ്രമൻ ക്ഷുധാർത്തഃ ന കിഞ്ചിദപി ആഹാരം പ്രാപ്തവാൻ. ആ സിംഹം ഇതസ്തതഃ, അവിടെയും ഇവിടെയും പരിഭ്രമിച്ച് നടന്നു. കാരണം എന്താ? ക്ഷുധാർത്തഃ, ഹംഗ്രിയാണ്, വിശന്നിരിക്കുകയാണ്. ന കിഞ്ചിദപി ആഹാരം പ്രാപ്തവാൻ, അവിടെ ഇവിടേക്ക് അലഞ്ഞു നടന്ന് ഫുഡൊന്നും കിട്ടിയില്ല, വിശന്നിരിക്കുകയായിരുന്നു. തതഃ സൂര്യാസ്തമയെ ഏകാം മഹതീം ഗുഹാം ദൃഷ്ട്വാ സഹ അചിന്തയത്. അങ്ങനെ രാത്രിയായി, അതായത് സൂര്യാസ്തമയം ആവാറായി. ആ സമയത്ത് ഒരു ഗുഹ കണ്ടു. സഹ അചിന്തയത്, അപ്പോ സിംഹം ആലോചിച്ചു. നൂനം ഏതസ്യാം ഗുഹായാം രാത്രൗ കോ അപി ജീവാഹ ആഗച്ഛതി. സിംഹം ആലോചിച്ചു, ഞാൻ ഈ ഗുഹയിൽ കയറിയിരുന്നാൽ രാത്രിയാവുമ്പോ ആരെങ്കിലും വരുമെന്ന്. അതഹ അത്രൈവ നിഗൂഢോ ഭൂത്വ തിഷ്ഠാമി ഇതി. അതുകൊണ്ട് ഞാൻ ഈ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കാം. രാത്രിയാവുമ്പോ ഏതെങ്കിലും ആനിമൽ വരും, ആ ആനിമലിനെ നമുക്ക് കഴിക്കാം എന്ന്. ഏതസ്മിൻ അന്തരെ ഗുഹായാഹ സ്വാമി ദധിപുച്ഛഃ നാമകഃ ശ്രീകാലഃ സമാഗച്ഛത്. ഈ സിംഹം കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടൈമില് ശ്രീകാലഹ, അതായത് ഫോക്സ്, ഈ ഫോക്സ് ആണെങ്കിൽ ഈ കേവിന്റെ ഓണറാണ്, ആ ഫോക്സ് എത്തി. സ ച യാവത് പശ്യതി താവ സിംഹപദ്ധതി ഗുഹായാം പ്രവിഷ്ട ദൃശ്യത്തെ. ഈ ഫോക്സ് നോക്കിയപ്പോൾ എന്താ കണ്ടേ? കുറച്ച് ഫുട് പ്രിന്റ്സ് കണ്ടു. പദ്ധതി എന്ന് പറഞ്ഞ ഫുട് പ്രിന്റ്സ്. ഗുഹായാം പ്രവിഷ്ട, ഗുഹയിലേക്ക് നടന്നു പോകുന്ന പോലെ കണ്ടു. നാ ച ബഹിരാഗത, ആ ഫുട് പ്രിന്റ്സ് ആണെങ്കിൽ അകത്തേക്ക് പോയിട്ടേ ഉള്ളൂ, പുറത്തേക്ക് വന്നതായിട്ട് കാണുന്നില്ല. ശ്രീകാലഹ അചിന്തയത്, അപ്പോ ഈ ഫോക്സ് ആലോചിച്ചു. അഹോ വിനിഷ്ടോസ്മി, ഞാൻ നല്ലപോലെ ചിന്തിക്കണം, ഞാൻ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതാണ് അഹോ വിനിഷ്ടോസ്മി. നൂനം അസ്മിൻ ബിലെ സിംഹഃ അസ്തീതി തർക്കയാമി. മിക്കവാറും ഈ ഗുഹയിൽ ഒരു സിംഹം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തത് കിം കരവാണി, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏവം വിചിന്യ, ഇത് ആലോചിച്ച്, ദൂരസ്ഥഃ രവം കർത്തും ആരബ്ധഃ, അങ്ങനെ ആലോചിച്ചിട്ട് ഇതിനുള്ളിൽ സിംഹം ഉണ്ടാവും മിക്കവാറും, അകത്തേക്ക് ഫുട് പ്രിന്റ്സ് പോയിട്ടുണ്ട്, പുറത്തേക്ക് വന്നതുമില്ല, അപ്പോൾ ഈ ഗുഹയിൽ ഒരു സിംഹം ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഫോക്സിന് മനസ്സിലായി. അത് ആലോചിച്ചിട്ട് ഈ ഫോക്സ് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിന്നു. എന്നിട്ട് രവം കർത്തും ആരബ്ധ, അതായത് ഒരു ഐഡിയ തോന്നിയിട്ട് ഈ ഫോക്സ് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് രവം കർത്തും ആരബ്ധ, അതായത് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ബോബില ഓ മൈ ഡിയർ കേവ്, അങ്ങനെ വിളിച്ചു. ഈ ഗുഹേനെ നോക്കിയിട്ട് മൈ ഡിയർ കേവ്, എന്റെ ഗുഹേ എന്ന് വിളിച്ചു. കിം ന സ്മരസി, നീ ഓർക്കുന്നില്ലേ? യന്മയ ത്വയ സഹ സമയഃ കൃതോസ്തി യദാഹം ബാഹ്യതഃ പ്രത്യാഗമിഷ്യാമി തദാ ത്വം മാം ആകാരയിഷ്യസി. അതായത് ഈ ഫോക്സ് കേവിനെ നോക്കി ചുമ്മാ ഈ സിംഹത്തെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഗുഹെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീ എന്നെ വിളിക്കാറുണ്ട്, എത്തിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, ഇന്നെന്താ വിളിക്കാത്തെ എന്ന് പറഞ്ഞു. യദി ത്വം മാം ന ആഹ്യായസി, നീ എന്നെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തർഹി അഹം ദ്വിതീയം ബിലം യാസ്യാമി ഇതി, നീ എന്നെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കേവിലേക്ക് താമസം മാറും. അങ്ങനെ ഈ ഫോക്സ് കേവിനെ നോക്കിയിട്ട് പറഞ്ഞു. അതാ ഏതത് ശ്രുത്വ സിംഹഃ അചിന്തയൻ,
ഇതൊക്കെ കേട്ട് നിൽക്കുന്ന സിംഹം ആലോചിച്ചു. ന്യൂനമേഷ ഗുഹ സ്വാമിനഃ സദാ സമാഹ്വാനം കരോതി പരന്തു മത് ഭയാത് ന കിഞ്ചിത് വദതി. ഈ മണ്ടനായ സിംഹം ആലോചിച്ചു, ഈ ഗുഹ ഈ ശൃഗാലഹ അതായത് ഫോക്സ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോക്സ് വരുമ്പോൾ അയാളെ വിളിക്കാറുണ്ട്. അതാണ് ന്യൂനമേഷ ഗുഹ സ്വാമിനഃ സദാ സമാഹ്വാനം കരോതി. ഈ കേവ് ഫോക്സ് വരുമ്പോഴത്തേക്കും അയാളെ വിളിക്കാറുണ്ട്. പക്ഷേ പരന്തു എന്ന് പറഞ്ഞാൽ പക്ഷേ മത് ഭയാത് ന കിഞ്ചിത് വദതി, എന്നെ പേടിച്ചിട്ട് ആവും ഈ കേവ് ഒന്നും മിണ്ടാത്തതെന്ന് ഈ പൊട്ടനായ സിംഹം ആലോചിച്ചു. അഥവാ സാദ്വിതം ഉച്യതേ, അത് ഇവിടെ ഒരു പോയമാണ് തന്നേക്കണേ. ഈ സിംഹം വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പോയം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ പഞ്ചതന്ത്ര കഥയിൽ ആനിമൽസിനെ പറ്റിയോ ബേർഡ്സിനെ പറ്റിയൊക്കെയാണ് കഥ. ആ കഥയിൽ സ്റ്റോറി ആയിട്ടുണ്ടാവും, അതായത് പാരഗ്രാഫ് ഉണ്ടാവും, പദ്യം പോയം ഉണ്ടാവും. അതപ്പോ ആദ്യത്തെ ഒരു പോയമാണ് ഭയസന്ത്രസ്ത മനസാം ഹസ്തപാദാദികാഹ ക്രിയാഹ പ്രവർത്തന്തെ ന വാണി ച വേപദുശ്ചാതികോ ഭവേത്. അപ്പോൾ ഈ പോയമിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ഭയസന്ത്രസ്ത മനസ്സാം, അതായത് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ പാദാദികാഹ ക്രിയാഹ നമ്മുടെ കൈയും കാലും ഒക്കെ പ്രവർത്തന്തെ ന വാണി ച വേപദുശ്ചാതികോ ഭവേത്, നമ്മുടെ മനസ്സ് പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൈയും കാലൊക്കെ കിടന്ന് വിറയ്ക്കും. അതുപോലെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഈ പോയത്തിന്റെ മീനിങ്. അപ്പോൾ ഈ സിംഹം എന്താ വിചാരിച്ചേ, ഈ ഗുഹ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതിന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കുന്നതുകൊണ്ടും പേടി കാരണം ശബ്ദവും പോയി കിടക്കുന്നതുകൊണ്ടാണ് ഈ കേവ് മിണ്ടാത്തേ എന്നാണ് സിംഹം മണ്ടൻ വിചാരിച്ചത്. അപ്പോൾ അതാണ് ഈ ബ്രീഫായിട്ട് ഇവിടെ പറഞ്ഞ പാരഗ്രാഫിന്റെ ബ്രീഫായിട്ടുള്ളതാണ് ഈ ഒരു പോയം. അത് കഴിഞ്ഞിട്ട് തത് അഹം തസ്യ ആഹ്വാനം കരോമി. അപ്പോൾ സിംഹം വിചാരിച്ചു, ഈ കേവ് എന്തായാലും ഞാൻ ഉള്ളതുകൊണ്ട് മിണ്ടാൻ പോകുന്നില്ല, അപ്പൊ ഞാനൊന്നും മിണ്ടിയേക്കാം എന്ന് വിചാരിച്ചു. ആഹ്വാനം കരോമി എന്ന് പറഞ്ഞാൽ ഈ ഫോക്സിനോട് ഞാൻ സംസാരിച്ചോളാം. ഏവം സഹ ബിലെ പ്രവിശ്യ മേ ഭോജ്യം ഭവിഷ്യതി. അങ്ങനെ ആ ശൃഗാലം അകത്തേക്ക് വരും, അതായത് ഫോക്സ് അകത്തേക്ക് വരും വിളിച്ച. അപ്പൊ എനിക്ക് ഭോജ്യം അതായത് ഫുഡ് കഴിക്കാം, ഇവനെ കൊന്ന് കഴിക്കാം. ഇതം വിചാര്യ സിംഹ സഹസ ശൃഗാലസ്യ ആഹ്വാനം അകരോത്. ഇങ്ങനെ ആലോചിച്ച് ഇവൻ അകത്തേക്ക് വന്നാൽ എനിക്ക് ഇവനെ കൊന്നിട്ട് ഫുഡ് അടിക്കാം എന്ന് ആലോചിച്ചിട്ട് സിംഹം ശൃഗാലസ്യ ആഹ്വാനം അകരോത്. സിംഹം ഇയാളെ വിളിച്ചു. സിംഹസ്യ ഉച്ചഗർജനേന പ്രതിധ്വനീന സാ ഗുഹ ഉച്ചൈഹി ശൃഗാലം ആഹ്വയത്. അതായത് ഈ സിംഹം ഫോക്സിനെ ഒച്ചത്തിൽ വിളിച്ചു ഗുഹയുടെ ഉള്ളിൽ നിന്ന്. ഗുഹ ശരിക്കും വൈബ്രേറ്റ് ആയി. അനേന അന്യോബി പശവഹ ഭയഭീതാഹ അഭവൻ. സിംഹത്തിന്റെ ഒച്ച കേട്ട് ഈ അപ്പുറത്ത് ചുറ്റുമുള്ള ഈ ആനിമൽസും ബേർഡ്സ് ഒക്കെ പേടിച്ചു പോയി. അന്യോബി പശവഹ എന്ന് പറഞ്ഞാൽ ഫോക്സ് അല്ലാണ്ട് വേറെ കുറെ പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു, അതായത് ആനിമൽസ് അവിടെ ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ സിംഹത്തിന്റെ ഒച്ച കേട്ടിട്ട് പേടിച്ചോടിപ്പോയി. ശ്രീകാലോബി തതഹ ദൂരം പലായമാനഹ. അതായത് ഇവരൊക്കെ ഓടിപ്പോയി, ബേർഡ്സും ബാക്കി ആനിമൽസും ഓടിപ്പോയി. അതിനൊപ്പം നമ്മളെ ഫോക്സും അവിടെ നിന്ന് പോയി. ഫോക്സ് ഒക്കെ നമ്മൾ ക്ലവർ ആണെന്നല്ലേ പഠിച്ചത്. അപ്പൊ ഇവിടെയും ഈ ചാപ്റ്ററിലും ക്ലവർ ആയിട്ടുള്ള ഫോക്സ് ആണ് ഉള്ളത്. അപ്പോൾ കൺക്ലൂഷൻ, ഈ ചാപ്റ്ററുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇമം പഠത്, അതായത് ഒരു കൺക്ലൂഷൻ പോലെ ഇത് വായിക്കൂ. അനാഗതം യഹ കുരുതേ സ ശോഭതേ സ ശോച്യതേ യോ ന കരോത്യാഗതം വനേ അത്ര സംസ്തസ്യ സമാഗതാജര വിലസ്യ വാണി ന കഥാഭിമശ്രുത. അപ്പൊ ഇതിൽ പറയുന്നത് വരാനിരിക്കുന്ന ആപത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുന്നവരായിരിക്കും നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ സന്തോഷവാനായിട്ട് അവരിയ്ക്കും. സെക്കൻഡ് ലൈനിൽ പറയുന്നത് ആപത്ത് വരുന്നത് നോക്കി നിൽക്കുക, ഒന്നും ചെയ്യാണ്ട് അയാൾ എപ്പോഴും ദുഃഖിതനായിരിക്കും, അയാൾ എപ്പോഴും പ്രശ്നങ്ങൾ ചെന്നപ്പെടും. അപ്പൊ നമ്മൾ ആപത്ത് വരുന്നു എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നേരിടാൻ നമ്മൾ പഠിക്കുക, അല്ലാണ്ട് പേടിച്ചിരിക്കല്ല വേണ്ടേ. അതാണ് ഇവിടെ ഫോക്സ് ചെയ്തത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ എക്സസൈസ് സെക്ഷൻ നോക്കാം. താങ്ക് യു.